ഇതൊന്നുമല്ല ഇന്നത്തെ എൻ്റെ ഇര എന്ന് പറയുന്നത് ഈ മൂലയ്ക്ക് പടർന്ന് പന്തലിച്ച് ഒരു അച്ചടക്കവും ഇല്ലാതെ നിൽക്കുന്ന ഈ ഫിലാഡൻഡ്രോൺ ആണ് കേട്ടോ. ഇര എന്ന് പറയാൻ കാര്യം നമ്മൾ പതുക്കെ മിറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ മുറ്റത്ത് ആവശ്യമില്ലാത്തതും പിന്നെ പൂ ഉണ്ടാവാതെ നിൽക്കുന്നതും വളർച്ച മറിച്ച് നിൽക്കുന്നതും വളർന്ന് പന്തലിച്ചത് ഇതുപോലെ നിൽക്കുന്നതും ഒക്കെ ഒന്ന് വെട്ടിപ്പറിച്ച് ഒതുക്കി കളയുന്നുണ്ട് കേട്ടോ. പല പ്രാവശ്യം അപ്പച്ചയും അമ്മച്ചിയും ഇതിങ്ങനെ വെട്ടാൻ ഒരുങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ ആരെയും തൊടിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. മുറ്റത്തൂടെ ഒരു തേളോ തവളയോ ഓച്ചോ എന്തെങ്കിലും ഒന്ന് പോയാൽ മതി, അപ്പൊ തുടങ്ങും ഇതിനകത്ത് എല്ലാം കൂടുകൂട്ടിരിക്കുന്നത്, അത് അവിടെ നിൽക്കുന്നതുകൊണ്ടാ, ഇത് അവിടെ ഇരിക്കുന്നതുകൊണ്ടാ എന്നും പറഞ്ഞ് ഇതിന്റെ വെക്കിട്ട് കയറാൻ തുടങ്ങും കേട്ടോ. അവസാനം പാമ്പ് വരും എന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. ആ പേടി എനിക്കില്ലാതില്ലായിരുന്നു. അവസാനം പാമ്പ് തന്നെ വരണ്ടി വന്നു കേട്ടോ. ഇന്നലെ ഒരു ഉച്ച സമയത്തായിരുന്നേ, ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു, രണ്ടുപേരും ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റി നടപ്പുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് കണ്ട് ഞങ്ങളുടെ അനക്കമൊക്കെ സെൻസ് ചെയ്തപ്പോഴത്തേക്കും പറമ്പിലേക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മുറ്റത്തേക്ക് വരുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യമായപ്പോഴത്തേക്ക് ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എന്താ ഇത് പോവാത്തേ, പോയിട്ട് എന്തിനാ തിരിച്ചു വരുന്നേ, എന്താ ഇവിടെ തന്നെ കിടക്കുന്നേ എന്നൊക്കെ ഓർത്തു കേട്ടോ. ഇനിയിപ്പോ ഇവിടെ എങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കുമോ നിറച്ചു, അതോ ഇനി മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കോ, എന്തോ കുലിച്ച് തോപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്ന് കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു തരം ടോർച്ചറിങ് പോലെ മൊത്തത്തിൽ ഒരു 7-8 പ്രാവശ്യം ആള് ഇവിടെ വന്നും പോയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നതായാലും ആ സംഭവത്തോടെ ഈ നിന്ന ചെടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേ, മര്യാദയ്ക്ക് വെട്ടിക്കളഞ്ഞോളം എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. അപ്പൊ രാത്രി കിടക്കാൻ പോകുമ്പോൾ മൊത്തം രാവിലെ ഞാൻ ഇതിനകത്ത് കൈയിടുമ്പോൾ നിറച്ച് പാമ്പ് കുഞ്ഞുങ്ങളായിരിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പാമ്പ് പോലും പേടിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് കയറാൻ. അത്രയ്ക്ക് തിക്കായിട്ട് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഞാനിത് കളയാതെ വെച്ചിരുന്ന 1-2 നല്ല പോട്ടൊക്കെ വാങ്ങിച്ച് അകത്തൂടെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പോട്ട് വാങ്ങിക്കാൻ പോകാനുള്ള ഒരു സമയവും സാവകാശവും എനിക്ക് കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഇതിന്റെ നല്ല പ്ലാന്റ്സ് ഞാൻ നല്ല മോസ്പോളൊക്കെ സെറ്റ് ചെയ്ത് അടിയിലേക്ക് പിടിപ്പിച്ച് ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. 2-3 ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 1-2 കട്ടിങ്സ് ഒക്കെ ഞാൻ എടുത്ത് പാകി വെക്കുന്നുണ്ട്. വേറെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്ര ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇത്രയും വളർന്നിങ്ങനെ നിന്നിരുന്നത് മൊത്തത്തിൽ ഇങ്ങനെ കളയുമ്പം സങ്കടമുണ്ട്. പുറത്തിറങ്ങി കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ വീടിന്റെ ഭിത്തിയോട് ഇങ്ങനെ ചേർന്ന് ജനലിന്റെ സൈഡ് നിൽക്കുന്നതുകൊണ്ടാണ് നല്ലൊരു പേടി ഉണ്ടായിരുന്നത്. അച്ഛന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അവള് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, കൊട്ട പിടിക്കാൻ വേണ്ടി മാത്രം. ഇപ്പൊ വൃത്തിയാക്കിയെടുത്ത് ഒരു 3 പോട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഏതെങ്കിലും നല്ല പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിൽ നിന്ന് നല്ല കട്ടിങ്സ് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിവിടെ നട്ടു വെക്കുകയാണ്. എല്ലാ ചെടികളും കൊണ്ടുവന്ന് നട്ടു വെക്കുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് എല്ലാത്തിനും ലൈഫ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. എൻ്റെ റബ്ബർ തോട്ടത്തിലെ പയർ ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ കയ്യാലയിലേക്ക് എല്ലാം വന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അതിൽ ചെറിയൊരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ട് എപ്പീഷ്യ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിടിക്കുമല്ലോ എന്ന് അറിയത്തില്ല, എന്നാലും ബാക്കിയും കൂടി ഇനി ചെയ്യാനുണ്ട്. സമയം കിട്ടുന്ന പോലെ ഞാൻ ചെയ്യും കേട്ടോ. പുല്ല് കിളക്കാതിരിക്കുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇവിടെ ഒരാൾക്ക് ഇതെല്ലാം ഭയങ്കര ആഘോഷമാണ്.